നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുരങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അധ്യായം 4 ഭാഗം 4. കുട്ടിക്കാലത്ത് കന്നുപൂട്ടും കറ്റമതിയും പത്തായവും നെല്ലും കണ്ടു വളർന്നതുകൊണ്ട് കൃഷിയെപ്പറ്റി മുത്തശ്ശിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വിഷു കഴിഞ്ഞാൽ എന്നു വേണമെങ്കിലും കണ്ടം വിതയ്ക്കാമെന്നാണ് മുത്തശ്ശി പറയുന്നത്. വിഷു വരുന്നതിന് മുമ്പേ പാടം പൂട്ടി മുറിച്ച് പൊടിയാക്കിയിടണം. വിതയ്ക്കുന്നതിനേക്കാൾ നല്ലത് നടുന്നതാണത്രേ. വിതച്ച് പണിയൊരുക്കുക, നട്ട് നെല്ലുണ്ടാക്കുക എന്നാണത്രേ പണ്ടുള്ളവർ പറയുന്നത്. ഇടവപ്പാതി വന്നാലേ ഞാറിടാൻ പറ്റൂ. വിതച്ചാലും ഞാറു പറിച്ചു നട്ടാലും ചിങ്ങമാസമാകുമ്പോഴേക്കും പാടത്ത് കതിര് നിരക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട്. മിഥുനം, കർക്കിടകം പഞ്ഞമാസങ്ങളാണത്രേ. മിഥുനം കഴിഞ്ഞാൽ വ്യസനം തീർന്നു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണത്രേ പണ്ടത്തെ ആളുകൾ പറയുക. ഓണത്തിന് മുമ്പേ കൊയ്ത്തു തുടങ്ങും. ചിങ്ങമാസത്തിലാണ് ഓണം. ഓണത്തിനാണത്രേ പണ്ടുള്ളവർ വയറു നിറച്ച് ഊണ് കഴിക്കുന്നത്. കന്നിമാസത്തിൽ പാടത്തുപണിയുടെ തിരക്കാണ്. കന്നുപൂട്ടലും വരമ്പു പൊതിയലും കണ്ടത്തിൽ വെള്ളം കെട്ടി നിർത്തലും കണ്ടം നിരത്തലും ഞാറുനടിയിലും കന്നുപൂട്ടുകാരുടെ ഒച്ചയും ബഹളവും. ഞാറു നടുന്ന നേരത്തെ പെണ്ണുങ്ങൾ പാടുന്ന പാട്ടുകളും കോലായിലിരുന്നാൽ കേൾക്കാം. രാത്രി മുഴുവൻ തവളകളുടെ പോക്രോം പോക്രോം കരച്ചിലും ചീവീടുകളുടെ മൂളക്കവും. കന്നിമാസത്തിലെ വെയിലിന് ചൂട് കൂടുതലാണത്രേ. കന്നിമാസത്തിലെ വെയിലും കയ്യരുടെ അടിയും ഒരുപോലെ എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ആരാ മുത്തശ്ശി കയ്യര്? ഓണത്തല്ലുകാരാ അപ്പു. കൈ പരത്തിയിട്ട് അടിക്കുക. കയ്യരുടെ അടിക്ക് നല്ല ചൂടാണ്. കൊറ്റു കുട്ടായി അവരൊക്കെയായിരുന്നു പണ്ടത്തെ ഓണത്തല്ലുകാർ. മുത്തശ്ശി ഓണത്തല്ല് കണ്ടിട്ടുണ്ടോ? പിന്നെന്താ, തിരുവോണത്തിന് മനക്കര തെക്കേ മുറ്റത്തല്ലേ ഓണത്തല്ലുണ്ടാവുക. രണ്ടാൾ ഓരോരുത്തരുടെ തോളത്ത് കയറിയിരുന്ന് മുഖത്തോട് മുഖം നോക്കി അങ്ങനെ കൈ പരത്തി അടിക്കും. ഇപ്പം എന്താ ഓണത്തല്ലില്ലാത്തത്? തല്ലാൻ കെൽപ്പുള്ളവർ വേണ്ടേ? അതാവും. ഇപ്പോൾ ഉരുള ഉരുട്ടി ഉണ്ണണോരുണ്ടോ അപ്പു? ചോറി കൊത്തി തിന്നല്ലേ. ഓരോരോ പരിഷ്കാരം. നിന്റെ മുത്തശ്ശൻ എപ്പോഴും പറയും, ഉരുള ഉരുട്ടി ഉണ്ടാലേ നെഞ്ഞു വിരിയൂ. ശരിയാണല്ലോ മുത്തശ്ശി പറഞ്ഞത്. ഗോവിന്ദമാമയും അച്ഛനും ഉണ്ണുമ്പോൾ ഉരുള ഉരുട്ടുന്നത് കണ്ടിട്ടേയില്ല. ബാലമാമ ഉരുള ഉരുട്ടിയാണ് ഉണ്ണുന്നത്. മുത്തശ്ശിയും വടക്കേലെ കാർത്തിയായനി മുത്തശ്ശിയും ഉരുട്ടി ഉരുട്ടി തന്നെയാണ് ചോറുണ്ണുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോൾ പഴയ ആളുകളൊക്കെ ഉരുള ഉരുട്ടി ഉണ്ണുന്നവരാണ്. മുത്തശ്ശി പരിഹസിച്ച പോലെ അപ്പു ചോറ് കൊത്തി കൊത്തിയാണ് കഴിക്കുന്നത്. ഇനി മുതൽ ഉരുള ഉരുട്ടി ഉണ്ണാൻ ശീലമാക്കണം. അപ്പോൾ മുത്തശ്ശനെപ്പോലെ അപ്പുവിനും വിരിഞ്ഞ നെഞ്ഞുണ്ടാവും. പാടത്ത് വെള്ളം കെട്ടി നിർത്തുന്നത് കൊണ്ട് ഒരു വട്ടം പൂട്ടിയെത്തുമ്പോഴേക്കും കൊഴുത്ത ചേറ് നിറയും കണ്ടത്തിൽ. ശർക്കര പായസം പോലെ. ചേറ്റിൽ നടക്കാൻ നല്ല പ്രയാസമാണ് കന്നുകൾക്ക്. മുടിക്കോലുകൊണ്ട് പടേ പടേ എന്ന് അടി വീഴും കന്നുകളുടെ മുതുകത്ത്. പാവം കന്നുകൾ. കന്നുകളും കന്നുപൂട്ടുകാരും ചേറ്റിൽ കുളിച്ചിട്ടുണ്ടാവും. വെളുത്ത ഉടുമുണ്ട് തലയിൽ കെട്ടി ചേറ്റിൽ മുങ്ങിയ തോർത്തുമുണ്ട് മാത്രം ഉടുത്താണ് കന്നുപൂട്ടുകാർ പോത്തുകളുടെ പിന്നാലെ കരിയിൽ പിടിച്ചു നടക്കുന്നത്. മടിയൻ പോത്തിന് മുഖത്തിൻ്റെ ഇടത്തുഭാഗത്താണ് അത്ര കെട്ടുക. ഉഷാറ് കാണിക്കുന്ന പോത്തായിരിക്കും വലത്തുഭാഗത്ത്. മുടിക്കോലുകൊണ്ട് അടി മുഴുവൻ കിട്ടുന്നത് മടിയൻ പോത്തിനായിരിക്കും. മുത്തശ്ശിയാണ് ഇതൊക്കെ അപ്പുവിന് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടിനെയും ഇടത്തും വലത്തും കേട്ടാം. അമ്മ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം. ഏട്ടൻ്റെയും അപ്പുവിൻ്റെയും കാര്യമാണ് അമ്മ പറയുന്നത്. അപ്പു ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെയായിരിക്കും വലത്ത് കെട്ടുക? ഏട്ടനാണല്ലോ ഉഷാറ് കൂടുതൽ. ഏട്ടനെ വലത്ത് കെട്ടിയാൽ ഇടത്ത് അപ്പുവിന്. ഈശ്വര! കണ്ടം 2-3 ചാല് പൂട്ടിക്കഴിഞ്ഞാൽ കരി അഴിച്ചു വെച്ച് നുഖത്തിൽ മരം കെട്ടും. ഒരു മരപ്പലക, അതാണ് മരം. മരം കെട്ടിയിട്ടാണ് കണ്ടം നിരത്തി ഒപ്പമാക്കുന്നത്. നിരത്തിക്കഴിഞ്ഞ കണ്ടത്തിലേക്ക് ചേന്നൻ ഞാറ്റുമുടികൾ വീശിയെറിയുന്നു. പെണ്ണുങ്ങളാണ് ഞാറു നടാൻ കണ്ടത്തിലിറങ്ങുക. കുനിഞ്ഞു നിന്നുകൊണ്ട് വേണം ഞാറു നടാൻ. ആണുങ്ങൾക്ക് അങ്ങനെ കുറേ നേരം കുനിഞ്ഞു നിൽക്കാൻ പറ്റില്ലത്രേ. നട്ട് പിന്നാക്കം പോരുന്നത് കാണാൻ നല്ല രസമാണ്. മഴയുണ്ടെങ്കിൽ ഞാറു നടുന്നവരുടെ മുതുകത്ത് കുണ്ടൻ കുടയുണ്ടാവും. കുണ്ടൻ കട കമഴ്ത്തിയാൽ ആളെ കാണില്ല. 2 കാല് മാത്രം കാണും. ആണുങ്ങൾക്ക് തൊപ്പിക്കുടയാണ്. ചേന്നനും ചെള്ളിക്കും തൊപ്പിക്കുടയുണ്ട്. ഒരു കുഞ്ഞു തൊപ്പിക്കുട കിട്ടിയാൽ എത്ര നന്നായിരിക്കും. ഒന്നേട്ടനും ഒന്ന് അപ്പുവിനും. തൊപ്പിക്കുടയുടെ കാര്യം അമ്മയോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി. നാരായണൻ വരട്ടെ എന്ന് അമ്മ പകുതി സമ്മതം മൂളിയിട്ടുണ്ട്. പാണൻ നാരായണനാണ് ഓണത്തിന് കാലുള്ള പട്ടക്കുട വയ്ക്കുന്നത്.
ഓണത്തിന് കുട വയ്ക്കുന്നത് അവരുടെ സമുദായക്കാരുടെ അവകാശമാണത്രേ. മഹാബലിക്കും തൃക്കാക്കരയപ്പനും വെവ്വേറെ വേണം കുട. മഴ കൊള്ളാതിരിക്കാനാണ് കുട ചൂടിക്കുന്നത്. കുട വെച്ചതിന് നാരായണന് നെല്ലളവുണ്ട്. വേണമെങ്കിൽ തൊപ്പിക്കുടയും കുണ്ടംകുടയും നാരായണൻ ഉണ്ടാക്കും. തൊപ്പിക്കുടയ്ക്കും കുണ്ടംകുടയ്ക്കും കാശ് വേറെ കൊടുക്കണം. സാധാരണ കരിമ്പനയുടെ പട്ട കൊണ്ടല്ലത്രേ കുട കെട്ടുന്നത്. അതിന് കുടപ്പനയുടെ പട്ട തന്നെ വേണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. പടിഞ്ഞാറെ തൊടിയിൽ കുടപ്പനയുണ്ട്. കരിമ്പന പോലെ കുടപ്പന ഉയരത്തിൽ വളരില്ല. മണ്ണിൽ നിന്ന് കുറച്ച് പൊങ്ങി അങ്ങനെ നിൽക്കും. എന്നാലും കരിമ്പനയുടെ പട്ടയേക്കാൾ വലിപ്പമുണ്ടാവും കുടപ്പനയുടെ പട്ടയ്ക്ക്. പണി തീർച്ച ദിവസം പണിക്കാർക്ക് സദ്യയുണ്ട്. ഊണ് കഴിക്കാൻ ചെള്ളിയെയും വിളിക്കും അമ്മ. സദ്യ ഉണ്ണാൻ ശിവരാമേട്ടനും വരും. നട്ടുകഴിഞ്ഞാൽ പിന്നെ പാടത്ത് വെള്ളം വറ്റാതെ നോക്കേണ്ടത് ചേന്നനാണ്. നട്ടുണങ്ങിയ ഞാറും പെറ്റുണങ്ങിയ പെണ്ണും നന്നാവില്ല. മുത്തശ്ശി പറയുന്നത് മുഴുവൻ മനസ്സിലാവില്ല. മുത്തശ്ശി വിവരിച്ചു തരും. നട്ടു കയറിക്കഴിഞ്ഞാൽ കണ്ടത്തിൽ എപ്പോഴും വെള്ളം നിൽക്കണം. അല്ലെങ്കിൽ കണ്ടം കട്ടകീറില്ലേ, പിന്നെ വെള്ളം കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. ചെടിക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് നെല്ല് പൊട്ടിച്ചനച്ച് വളരില്ല. അതുപോലെയാണ് പ്രസവിച്ച് കിടക്കണ പെണ്ണുങ്ങൾ. ദിവസേന കുളിർക്കനെ എണ്ണ തേച്ച് കുളിക്കണം. നന്നായിട്ട് ആഹാരം കഴിക്കണം. ഇല്ലെങ്കിലോ പെറ്റണീറ്റ ആരോഗ്യം ഉണ്ടാവില്ല. ചില കൊല്ലങ്ങളിൽ തുലാവർഷം ചതിക്കുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. വെള്ളത്തിന് വലിവ് തുടങ്ങിയാൽ പാടത്ത് ബഹളം തുടങ്ങുകയായി. രാത്രികാലങ്ങളിൽ തെക്കേ പാടത്തുള്ള കൃഷിക്കാർ വടക്കേ പാടത്തു നിന്ന് വെള്ളം തുറന്നു കൊണ്ടുപോവാൻ വരും. ആ ദിവസങ്ങളിൽ ചേന്നൻ കോലായിലാണ് കിടക്കാറ്. മണ്ണിട്ട് തൂർത്ത കഴായ തുറന്ന് ആരെങ്കിലും വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ. വലിയ കണ്ടത്തിൻ്റെ വടക്കേ അരികിൽ ഒരു കുണ്ടൻ കിണറുണ്ട്. അറ്റ വേനൽക്കാലത്തും ഒരാൾക്ക് വെള്ളമുണ്ടാവും ആ കൊക്കർണിയിൽ. നെല്ല് പൊട്ടിലും കതിരുമാവുന്ന സമയത്ത് മഴയില്ലെങ്കിൽ കണ്ടം കട്ട കീറും. കട്ട കീറാതിരിക്കണമെങ്കിൽ കൊക്കർണിയിൽ ഏത്തം പൂട്ടണം. കൊക്കർണിയിൽ ഏത്തം പൂട്ടുന്നതും തേവുന്നതും ചേന്നനാണ്. കയ്യൊഴുവിന് മുണ്ടിയും കൂടും ഏത്തം പിടിക്കാൻ. മഴയുണ്ടെങ്കിലേ തോട്ടരികിലെ കണ്ടം ഉണങ്ങാതെ കിട്ടൂ. എന്നാലും വെള്ളത്തിന് വലിവുള്ള കൊല്ലം അധികം മേനി വിളയുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. നെൽച്ചെടി ഗർഭം ധരിക്കുന്നതിനെയാണ് പൊട്ടിലാവുക എന്ന് പറയുന്നത്. കണ്ടം ഒരു വട്ടം കരികൊണ്ട് പൂട്ടിയെത്തിയാൽ ഒരു ചാല് പൂട്ടി എന്ന് പറയും. 2 or 3 ഭാഗമായിട്ടാണ് കണ്ടം പൂട്ടിയെത്തിക്കുക. ദീർഘവൃത്താകൃതിയിലാണ് ഓരോ ഭാഗവും പൂട്ടുന്നത്. ഇങ്ങനെ ഓരോ ഭാഗമായി പൂട്ടിയെത്തിക്കുന്നതിനെ തൊടുപ്പ് മുളയ്ക്കുക എന്ന് പറയും.